അപ്പോൾ എല്ലാവർക്കും ട്രിപ്പ് ഓൺ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പം നമ്മൾ കുറേ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ നമുക്കറിയാം നല്ല ചെമ്മീൻ്റെ സീസണാണല്ലോ. അപ്പം കുറേ കാലമായിട്ട് കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സമയം കിട്ടി. ഇന്നിപ്പോൾ ഏതായാലും നല്ല മഴ മൂടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എടുത്ത് കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഏതായാലും നമുക്ക് ഇന്ന് ഇപ്പോൾ നല്ല ചെമ്മീൻ്റെ സീസണാണ്. കടലിലും കായലിലൊക്കെ ചെമ്മീൻ്റെ സീസണാണ്. ഇഷ്ടം പോലെ ചെമ്മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കായൽ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, നല്ല ഫ്രഷ് ചെമ്മീൻ കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത് അമ്മയാണ്. അപ്പോൾ അമ്മ പറയും. നമ്മളിന്നിവിടെ ചെയ്യുന്നത് ചെമ്മീൻ കറിയാണ്. ഇങ്ങനെ കത്തിക്ക് മുറിച്ചെടുത്താൽ ഇതിൻ്റെ തല ഒട്ടും പോകാതെ കിട്ടും. അല്ലാതെ നമ്മൾ വലിച്ചു പൊളിക്കുമ്പം ആ മാംസം കൂടി ഇങ്ങനെ പോരും. എല്ലാത്തിൻ്റെ ഇല്ല, ചിലതിൻ്റെ മാത്രം. ഇത് ഇങ്ങനെ പിടിച്ചാൽ ഒട്ടും പോകാതെ കിട്ടും. ഇതിങ്ങനെ ഇത് കാല് കണ്ടിക്കും, അതിൻ്റെ തല ഇതിങ്ങനെ കൂട്ടിയായിരിക്കും. എന്നിട്ട് ഇത് ഇതിങ്ങനെ പൊളിച്ചിങ്ങെടുക്കും. ഈ തൊണ്ട് ഇങ്ങനെ പൊളിച്ചിട്ട് തിരിച്ചിങ്ങനെ പിടിക്കുക. ഫ്രഷാക്കി വെച്ച് ഞാൻ അതിനുശേഷം അടുപ്പ് തീ കൂട്ടി ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുന്നപ്പോൾ ചുവന്നമുളക് ഇട്ട് അത് അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് അതൊന്നും ബ്രൗൺ കളർ പാകത്തിന് വന്ന് കറിവേപ്പില ഇടാൻ പോകണം. അതിൻ്റെ അതിനകത്ത് 2 വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ഇട്ട് ഒന്നുകൂടി ഫ്രൈ ആക്കി ശകല ഇഞ്ചി ഇട്ട് ചെമ്മീൻ ചെമ്മീൻ ഫ്രൈ ആയിക്കോട്ടെ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ വറ്റൽമുളക് ഇട്ട് അതൊരുവിധം ചുവന്ന് മൂത്ത് വന്ന് കുറേ കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് ഇനി ഈ ചെമ്മീൻ ഒന്ന് വരണ്ട് വന്ന് കഴിയുമ്പം അടുത്ത ചേരുവ നമ്മൾ ചേർക്കും. ചെമ്മീൻ മൂത്തോട്ടെ മഞ്ഞപ്പൊടി വിരിച്ച് ചേർക്കുക. ഈ ശകലം ഉപ്പ് കൂടി ചേർക്കുക. ഉള്ളി പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കുക. ഒരുവിധം വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ പൊടിയ ഐറ്റം ചേർക്കും. ചെമ്മീൻ മൂത്ത് കഴിയും. വേറെ വെള്ളം ചേർക്കണ്ട, നമുക്ക് അത് മാത്രം ചേർക്കും. ചെമ്മീൻ കറി വെക്കുന്നു പറഞ്ഞേ. ചെമ്മീൻ അത് ചെമ്മീനാണ് കൂടുതൽ. മുളക് പൊടി ചേർത്തേ. മല്ലിപ്പൊടി ചേർക്കുക ശകല. മസാലപ്പൊടി ചേർക്കണം കേട്ടോ. ശകലം വെള്ളം ചേർക്കണേ. ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണ്. കുരുമുളക്
ഇനി തീ ഇത്ര മതി. ഇത് വാങ്ങാറായില്ലേ. തിളച്ച് കഴിഞ്ഞ് പറ്റിയാൻ ഉപ്പ് നോക്കട്ടെ. റെഡി ആയിരിക്കും. നമ്മൾ വാങ്ങി വെക്കുവാണേ. ഇത് താഴെ ഇരുന്ന് നല്ലപോലെ ഇതാവും. പറ്റും. ഒന്നുകൂടി ഡ്രൈ ആയിട്ട് വരും. അപ്പം തണുക്കുമ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഈ തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നോക്കിയത്. ആ തണുത്ത് കഴിഞ്ഞിട്ട് നോക്കിയാലേ അതിനകത്ത് എരിവും കാര്യങ്ങളൊക്കെ പിടിക്കുള്ളൂ. അപ്പം നമ്മളെല്ലാവരും ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റെസിപ്പി നമ്മൾ ലാസ്റ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി നമ്മുടെ കുക്കിംഗ് വീഡിയോ. നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യം ഒത്തിരി ഇഷ്ടമായി. സാധാരണ ഫ്രൈ ചെയ്യുന്നതാണ് അവനിഷ്ടം, എന്നാലും കറിയും അവന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ചെമ്മീൻ ഫ്രഷ് ആക്കി വെച്ച് ഞാൻ അതിനുശേഷം അടുപ്പ് തീ കൂട്ടി ചട്ടി അടുപ്പ് വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി വരുന്നപ്പോൾ ചുവന്ന മുളക് ഇട്ട് അത് അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് അതൊന്നും ബ്രൗൺ കളർ പാകത്തിന് വന്നപ്പം വീണ്ടും അതിനകത്തോട്ട് 2 വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ഇട്ട് ഒന്നുകൂടി ഡ്രൈ ആക്കി. അതിനുശേഷം ചെമ്മീൻ അതിനകത്തോട്ട് ശകല ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കി. അത് ചെമ്മീൻ ഒരുവിധം മൂത്ത് കഴിഞ്ഞപ്പം അതിനകത്തോട്ട് നമ്മൾ വീണ്ടും കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് വിട്ട് ഒന്നുകൂടി വഴറ്റി അത് പാകമായതിനു ശേഷം നമ്മൾ വീണ്ടും മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് ബ്രൗൺ കളറാക്കി എടുത്ത് അതിനുശേഷം ഒരു ശകലം മസാലപ്പൊടിയും അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് അത് വീണ്ടും പാകമാക്കി എടുത്ത് പാകമായതിനു ശേഷം അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അത് പറ്റിച്ച് ഇറക്കി താഴെ വെച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ചെയ്ത് നല്ലതായിരുന്നു. ഇനി ഞാനിത് അടുത്ത വീഡിയോ തവായുടെ തട അച്ചാറിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ആയിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീണ്ടും നമുക്ക് കാണാം.